ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏകദേശം 6 സിനിമകളോളം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്, അതായത് ആഗസ്റ്റ് മാസം 9-ാം തീയതി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ സീരീസുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. 13ഓളം റിലീസുകളുണ്ട്. അതുകൂടാതെ ഇന്ന് സർപ്രൈസ് ആയിട്ട് വന്നൊരു സിനിമ ഉണ്ട്. അതുകൂടാതെ ഇന്ന് സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു സർപ്രൈസ് തന്നെയാണ്. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ തിയേറ്റർ റിലീസുകൾ ആഗസ്റ്റ് മാസം 9-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലിന് സാപ്പ് മീഡിയ മലയാളം എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരു 3 മാസത്തേക്ക് സസ്പെൻഡ് ആയിട്ടുണ്ട്. എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും, പക്ഷേ ഏണിങ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 3 മാസത്തേക്കാണ് അവർ ഇപ്പോൾ തൽക്കാലം പറഞ്ഞിട്ടുള്ളത്. റീയൂസ്ഡ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. ഈ 3 മാസം കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും സ്ഥിതി എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാപ്പ് മീഡിയ മലയാളത്തിൻ്റെ പേരിൽ തന്നെ ഒരു ബാക്കപ്പ് ചാനൽ എന്നുള്ള രീതിയിൽ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ആ ഒരു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 3 മാസം കഴിഞ്ഞാൽ ഈ ചാനൽ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ചാനലും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. മൂവി സംബന്ധമായിട്ടുള്ള പിന്നെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ സിനിമകളും പിന്നെ സീരീസുകളാണെന്ന് നോക്കാം. ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വൺ ഫാസ്റ്റ് മൂവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഹങ്കർ ഗെയിംസ് ദ ബല്ലാഡ് ഓഫ് സോങ് ബേർഡ്സ് ആൻഡ് സ്നേക്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മറാത്തി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ഷേക്ക് ഡൗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ദ അംബ്രല അക്കാദമി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 4ാമത്തെ സീസണാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, സ്പാനിഷ്, റഷ്യൻ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയാണ്. സർപ്രൈസ് ആയിട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ടർബോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ മമ്മൂക്കയുടെ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ പിന്നെ ആഗസ്റ്റ് മാസം 9-ാം തീയതി, അതായത് നാളെ OTT റിലീസ് ചെയ്യുന്നതായിരുന്നു ഒഫീഷ്യലി പുറത്തു വന്നത് സോണി ലിവിൽ. ഇപ്പോൾ ഈ സിനിമ വന്നിട്ടുണ്ട്, ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകൾ സീരീസുകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ആഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ, OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത് ദ ഇൻസ്റ്റിഗേറ്റേഴ്സ് എന്നൊരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ആപ്പിൾ TV പ്ലസിലാണ് ഈ ഒരു സിനിമ നാളെ ഉച്ചയ്ക്ക് 12:30 തന്നെ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. മിഷൻ ക്രോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു കോമഡി ഹൊറർ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് മൂവിയാണ്. ലിസ ഫ്രാങ്കസ്റ്റീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയോടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡോഗ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഡോഗ് എന്ന് പറഞ്ഞൊരു ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ബുക്ക് മൈ ഷോസ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. 11 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സീരീസ് C5 വഴിയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സിഗ്നൽ എന്ന് പറഞ്ഞൊരു കൊറിയൻ സീരീസിന്റെ പിന്നെ എന്താ പറയുക റീമേക്കാണ് ഈ ഒരു സീരീസ്. സിഗ്നൽ ഞാൻ കണ്ടതാണ്, ഒരു കിടിലൻ സീരീസ് തന്നെയാണ്. എന്തായാലും നല്ലൊരു സീരീസായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഹിന്ദി ഭാഷ കൂടാതെ മറ്റ് മൾട്ടി ലാംഗ്വേജിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും റിലീസ് ചെയ്യട്ടെ, നമുക്ക് നല്ല വെയിറ്റ് ചെയ്യാം. അടുത്തത് ഒരു ഹിന്ദി സീരീസ് തന്നെയാണ്. ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ലൈഫ് ഹിൽ ഗെയിൻ ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്.
അടുത്തൊരു ഹിന്ദി ത്രില്ലർ റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഫിർ ഐ ഹസീൻ ദിൽറുബ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹസീൻ ദിൽറുബ എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ സിനിമയുടെ മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ഹിന്ദി സിനിമ തന്നെയാണ് സഞ്ജയത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗുഡ്ചാടി എന്ന് പറഞ്ഞ സിനിമ. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു ഹിന്ദി സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തൊരു തമിഴ് സിനിമയാണ് 7G ദ ഡാർക്ക് സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി ഇന്ന് രാത്രി 12 ശേഷം ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ കമലഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ടും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 ശേഷം ഇന്ത്യൻ 2 നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ആസ്വദിക്കാവുന്നതാണ്. അതുകൂടാതെ ഒരു മലയാള സിനിമ കൂടിയുണ്ട്, നടന്ന സംഭവം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ തന്നെ ബിജു മേനോൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. സിംപ്ലി സൗത്തിലും അതുപോലെ തന്നെ മനോരമ മാക്സിലും ഈ 2 OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഇന്ന് രാത്രി 12 ശേഷം നടന്ന സംഭവം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അതുകൂടാതെ ഒരു സർപ്രൈസ് റിലീസ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആമസോൺ പ്രൈമിൽ. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഗോൾ എന്ന് പറഞ്ഞ ത്രില്ലർ സിനിമ ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ വന്നിരുന്നു സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്നും. ഇതുവരെ അതിനുശേഷം സൈനാപ്ലേയുടെ ഭാഗത്തു നിന്നും വേറെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല ഈ ഒരു സിനിമയുടെ. ഇതിൽ ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് റിപ്പോർട്ടുകൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലിറ്റിൽ ഹേർട്സ് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് ചിലപ്പോൾ ഇന്ന് രാത്രി 12 ശേഷം ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സിനിമ സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതുകൂടാതെ വേറെ തമിഴ് സിനിമകൾ ഒരുപാട് ലോക്കൽ സിനിമകൾ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ തമിഴ് സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപാട്. ഓക്കെ, അപ്പോൾ ഇത്രയും OTT അപ്ഡേറ്റുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി നമുക്ക് കൽക്കി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് നോക്കാം. ആഗസ്റ്റ് മാസം 23 ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയുണ്ട്. എന്തായാലും ഒഫീഷ്യൽ വന്നിട്ടില്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ OTT അപ്ഡേറ്റുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ആഗസ്റ്റ് മാസം 9 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു തമിഴ് സിനിമയാണ്. പ്രശാന്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയാണ് അന്താകൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 9 തിയേറ്റർ റിലീസ് ചെയ്യാണ്. അടുത്ത നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ മുകേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ മൂവിയായിരുന്നു സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും ആഗസ്റ്റ് മാസം 9 തിയേറ്റർ റിലീസ് ചെയ്യാണ്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് ചെക്ക് മേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അനൂപ് മേനോൻ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഈ സിനിമയും ആഗസ്റ്റ് മാസം 9 റിലീസ് ചെയ്തത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് സിക്കാഡ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ആഗസ്റ്റ് മാസം 9 റിലീസ് ചെയ്യാണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് അഡിയോസ് അമിഗോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ തന്നെ ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയും ആഗസ്റ്റ് മാസം 9 നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. മൊത്തം 5 സിനിമകളാണ് പ്രധാനപ്പെട്ട റിലീസുകൾ ആഗസ്റ്റ് മാസം 9 ഉള്ളത്. കഴിഞ്ഞ ആഴ്ചത്തെ റിലീസൊക്കെ മാറ്റി. അഡിയോസ് അമിഗോ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്യുന്ന സിനിമയായിരുന്നു. ഈ ആഴ്ചത്തെ മാറ്റിയാണ് ഈ ഒരു സിനിമ. എന്തായാലും ഈ 5 സിനിമകളാണുള്ളത്. ഈ സിനിമകൾ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ OTT റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെ സിനിമകൾ കണ്ടു, ഏതൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുകൂടാതെ ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡറി ചാനൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബാക്കപ്പ് ചാനലാണ്. ഈ ഒരു ചാനൽ എന്ത് സംഭവിക്കും, 3 മാസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ആ ഒരു ചാനലിൽ അപ്ഡേറ്റുകൾ ചെയ്യുന്നില്ല. ഷോർട്ട് വീഡിയോ അതുപോലെ തന്നെ മൂവി അപ്ഡേറ്റുകൾ അതുപോലുള്ള സംഭവങ്ങൾ, കളക്ഷൻ അപ്ഡേറ്റുകൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും സമയത്തിനനുസരിച്ച് ഞാൻ ആ ഒരു ചാനൽ വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും